The Cholas established a powerful empire in South India. That is why there are known as the Imperial Cholas. നമ്മൾ പറഞ്ഞതാ ചോളാസ് ഒരു പവർഫുൾ എംപയർ സൗത്ത് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി സൗത്ത് ഇന്ത്യൻ ചോളാസ് നമ്മൾ എന്തറിയപ്പെടുന്നു? Imperial Cholas. Cholas established a powerful empire in South India. After this incident, Cholas known as Imperial Cholas. Okay, they ruled. These Cholas ruled in South India for nearly 4 centuries. About 4 centuries they ruled in South India. Tanjavur was their capital. Then Cholas capital was Tanjavur. Vijayalaya was the first Chola ruler. First Chola ruler ആരായിരുന്നു പറഞ്ഞത്? Vijayalaya. Vijayalaya was the first Chola ruler. He ruled the region north of river Kaveri. Kaveri riverന്റെ നോർത്ത് ഭാഗത്താണ് ഏത് റീജിയൻ? ഈ വിജയാലയ ഭരിച്ച ചോള റീജിയൻ. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ പറഞ്ഞത് രാജരാജ ചോളയാണ് അല്ലെ. രാജരാജ ചോള ആരാ? രാജരാജ ചോള? രാജരാജ ചോള വാസ് എ ബ്രില്യന്റ് കമാൻഡർ അല്ലെ. രാജരാജ ചോള വാസ് എ ബ്രില്യന്റ് കമാൻഡർ. ഹി ഈസ് ഓൾസോ നോൺ ആസ് രാജരാജ ഫസ്റ്റ്. രാജരാജ ചോള വാസ് ദ ബ്രില്യന്റ് കമാൻഡർ. He is known as Rajaraja first അല്ലെ. He defeated Pandyas and Cheras. ഇദ്ദേഹം ആരെ തോൽപ്പിച്ചത്? പാണ്ഡ്യന്മാരെയും ചേരന്മാരെയും തോൽപ്പിച്ചു. പിന്നെയോ അദ്ദേഹത്തിന്റെ മകനാണ് ആര്? രാജേന്ദ്ര ചോള അല്ലെ. രാജേന്ദ്ര ചോള വാസ് രാജരാജാസ് സൺ. രാജേന്ദ്ര ചോള succeeded his father that throne. രാജേന്ദ്ര ചോള made the empire powerful അല്ലെ. അത് സ്വയമായി പേര് അദ്ദേഹം തന്നെ കണ്ടെത്തി. അതാണ് എന്ത്? ഗംഗൈകൊണ്ട. എന്താ? ഗംഗൈകൊണ്ട ചോള. ഗംഗൈകൊണ്ട ചോള. പിന്നെ ആ ചോള അതിനുശേഷം രാജേന്ദ്ര ചോള വന്നതിന് ശേഷം ക്യാപിറ്റൽ ചോളാസ് ക്യാപിറ്റൽ വാസ് ഗംഗൈകൊണ്ട ചോളാപുരം. ഗംഗൈകൊണ്ട ചോളാപുരം. പിന്നെന്താ അതിൽ പറഞ്ഞത്? കൾച്ചറൽ അച്ചീവ്മെന്റ്സ് പറഞ്ഞു. എന്താ കൾച്ചറൽ അച്ചീവ്മെന്റ്സ് പറഞ്ഞത്? The Cholas were great temple builders. The most of the temples were built in the Dravidian style. Like Chola rulers, most of the Chola rulers were temple builders. The most of the temples in Dravidian styles. Cholas built many temples in South India and other parts of India. These temples are in Dravidian styles. An example ആയിരുന്നു ഇത് Brihadeshwara temple at Tanjavur. Is the finest example of Chola temple architecture. But Cholas were the temple builders. They were built many temples in South India. Brihadeshwara temple was the example of Chola temples. പിന്നെ നമ്മൾ പറഞ്ഞ സ്കൾപ്ചർ ആണ് പറഞ്ഞത്. എന്താ? നടരാജ വിഗ്രഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? എന്താ അത്? The Cholas also excelled at making image of gods and goddesses. അതായത് നമ്മൾ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. അതോടൊപ്പം ദൈവങ്ങളുടെ വിഗ്രഹം ഉണ്ടാക്കുന്നതിലും ഇവര് മിടുക്കന്മാരായിരുന്നു. These images were either of stone or bronze. ബ്രോൺസ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടാണ് അമ്പലങ്ങൾ ഉണ്ടാക്കിയത്. അതിലൊന്നാണ് ഇത് നടരാജ ഇമേജ് അല്ലെ. ലോർഡ് കൃഷ്ണയുടെ ഇമേജ് ആയ നടരാജ വിഗ്രഹം സ്റ്റോൺ കൊണ്ട് ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇമേജ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അവരുടെ ലാംഗ്വേജ് ആൻഡ് അഗ്രികൾച്ചർ ആയിരുന്നു. എന്താ ലാംഗ്വേജ് ആൻഡ് അഗ്രികൾച്ചറിൽ പറഞ്ഞത്? The Chola period witnessed the growth of regional languages such as Tamil, Telugu and Kannada. Tamil, Telugu and Kannada are the regional languages. They promoted these languages in the region. Many literary works translated to this language. അതായത് ഒരുപാട് ലിറ്റററി വർക്ക്സ് ഇവര് എന്ത് ചെയ്തു? ഈ കന്നഡ, തെലുങ്ക്, തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു? കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻടു മണ്ഡലംസ് അല്ലെ. കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻടു മണ്ഡലംസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു വളനാട്സ്. വളനാട്സ് അഗൈൻ ഡിവൈഡഡ് ഇൻടു നാട്സ് അല്ലെ. അതായത് അവരുടെ കിങ്ഡത്തെ ചോള കിങ്ഡം ഡിവൈഡഡ് ഇൻടു മണ്ഡലംസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു വളനാട് അഗൈൻ ഡിവൈഡഡ് ഇൻടു നാട്. സാമ്രാജ്യത്തെ മണ്ഡലങ്ങളായും മണ്ഡലങ്ങളെ വളനാടുകളായും വളനാടുകളെ നാടുകളായും തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടി ഇത് ചെയ്തത്?
എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ മക്കളെ? ഈസി ടു കൺട്രോൾ അല്ലെ? ഈസി ടു റൂൾ, ഈസി ടു കൺട്രോൾ. അപ്പൊ എളുപ്പത്തിൽ ഭരണത്തിന് വേണ്ടിയാണ് ഇവര് ഈ പണി, അതായത് നമ്മളെ കിങ്ഡത്തെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തു. ചോള കിങ്ഡം ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ്, മണ്ഡലംസ്, വളനാട് ആൻഡ് നാട്. ഓക്കെ, ഇത്രയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? Then next one, village assemblies. Village assemblies. Listen. Local self-government was a special feature of Chola administration. Villages enjoyed freedom in looking after their own affairs. Each village had 2 assemblies, the Ur and the Sabha. The former was the general assembly of the village. The latter was a gathering of all male adults of the village. These assemblies also formed many subcommittees. All affairs of the village, such as measurement of land under cultivation, calculation of tax and its collection, settlement of disputes, sharing of water, building and repairing water tanks and irrigation canals, and so on, were looked after by these subcommittees. അപ്പൊ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷനിലെ ചോള കിങ്ഡം ഡിവൈഡഡ് ഇൻടു 3. ചോള കിങ്ഡം ഫസ്റ്റ്ലി ഡിവൈഡഡ് ഇൻടു മണ്ഡലംസ്, again mandalams divided into Valanad, Valanad again divided into Nad. Alle? They divided this type because it helps them to easy controlling. Alle? Yes. Angane ivare ee Chola kingdom divide edu. Angane local self-government was a special feature of Chola administration. Chola administration de oru special feature ayirunnu edu local self-government. Villages enjoyed freedom in looking after their own affairs. Each village had 2 assemblies. Angane ee local self-government is one of the feature of Chola administration. Then each village or each Nad divided into 2 assemblies. Each Nad had 2 assemblies. അതായത് each villageനെ ഓരോ വില്ലേജിന് അല്ലെങ്കിൽ ഓരോ നാടിനെ 2 അസംബ്ലി ഉണ്ടായിരുന്നു. Then Ur and Sabha. Each village had 2 assemblies. എന്റെ പേരെന്താ? ആ 2 assembliesന്റെ പേരെന്താ? Ur and Sabha. Ur അല്ലെങ്കിൽ സഭ. മനസ്സിലായോ? കിങ്ഡത്തെ മണ്ഡലങ്ങളായി തിരിച്ചു, മണ്ഡലങ്ങളെ വളനാടുകളായി തിരിച്ചു, വളനാടുകളെ നാടായി തിരിച്ചു. പിന്നെ ചോള അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഈസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് Chola administration, and each village or each Nad had 2 assemblies, that is Ur and Sabha. മാറി പോകാൻ പാടില്ല. ഇനി ഈ ഉർ ആൻഡ് സഭ എന്തിനാന്നറിയോ? എന്താ അവരുടെ ജോലി എന്താ നോക്ക. All affairs of the village, such as measurement of land under cultivation, calculation of tax and its collection, settlement of disputes, sharing of water, building and repairing water tanks and irrigation canals, so on, were looked after by these committees. അപ്പൊ ഈ സബ് കമ്മിറ്റികളാണ് എന്ത് ചെയ്തത് ആ നാട്ടിലെ പിന്നെ കൾട്ടിവേഷൻ, അതായത് മെഷർമെന്റ് ഓഫ് ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ, അതുപോലെ കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ആൻഡ് ദർ കളക്ഷൻ, ടാക്സിന്റെ കണക്കും അതുപോലെ അതിന്റെ കളക്ഷനും, പിന്നെ വാട്ടറിന്റെ ഷെയറിങ്, പിന്നെ വാട്ടർ ടാങ്കിന്റെ റിപ്പയറിങ്ങും ബിൽഡിംഗും ഒക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ഈ സബ് കമ്മിറ്റീസ് ആയിരുന്നു. മനസ്സിലായോ? അഡ്മിനിസ്ട്രേഷന് വേണ്ടി 2 സബ് കമ്മിറ്റി, ലാൻഡിനെ നമ്മുടെ വില്ലേജിനെ 2 സബ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അതാണ് ഉറും വില്ലേജും. വില്ലേജ് had 2 assemblies, that is Ur and Sabha. Then all affairs also formed these subcommittees. Then calculation of tax, distribution of water, then settlement of disputes, പിന്നെ repairing of water tanks. These are under the control of these subcommittees. മനസ്സിലായോ? ഈ സബ് കമ്മിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. Okay. Then next one, agrarian expansion in the Tamil region. അതിനു മുമ്പ് മക്കളെ ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലെ ഇല്ലല്ലോ.
അതെങ്ങനെയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഇവരെ മൂന്നായി തരംതിരിച്ചു കിങ്ഡത്തെ. എന്തൊക്കെയായിട്ടാ? മണ്ഡലം, പിന്നെ വളനാട്, നാട്. ഇപ്പൊ നാട് അല്ലെങ്കിൽ നാട് മീൻസ് വില്ലേജ് ആണ്. ആ വില്ലേജിന് 2 അസംബ്ലീസ് ഉണ്ടായിരുന്നു. അതാണ് ഉർ ആൻഡ് സഭ. ഉർ ആൻഡ് സഭ ആർ ദ 2 അസംബ്ലീസ് ഓഫ് വില്ലേജ്. അവരുടെ ജോലി അവരെന്താ ചെയ്തിരുന്നത്? എന്തിനാ ഈ സബ് കമ്മിറ്റീസ്? അതായത് വാട്ടറിന്റെ ഷെയറിങ്, വാട്ടർ ടാങ്കിന്റെ ബിൽഡിങ്, പിന്നെ റിപ്പയറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ഈ സബ് കമ്മിറ്റീസ് ആയിരുന്നു. ചോളാസിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. Then next one, agrarian expansion in the Tamil region. Listen. There were some new developments in agriculture. More area was brought under cultivation. This was due to 2 developments. First, a lot of dry, barren and forest land was made fit for cultivation. Second, irrigation facilities were extended to new areas. The temples took the lead in both. Chola temples had obtained a lot of money through donations, which was invested in agriculture. Kings also granted land in dry areas so that the grandees made efforts to provide irrigation facilities. There were some new developments in agriculture. അതായത് കുറെ ഡെവലപ്മെന്റ്സ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്സ് വന്നു. ഏതായിരുന്നു അത്? കൾട്ടിവേഷന്റെ കാര്യത്തിൽ അല്ലെ. മോർ ഏരിയ വാസ് ബ്രോട്ട് അണ്ടർ കൾട്ടിവേഷൻ. അപ്പം big developments in agriculture, more area was brought under cultivation. അതിൽ 2 developments ഉണ്ടായിരുന്നു. 2 developments, mainly 2 developments are there. First one, a lot of dry, barren and forest land was made fit for cultivation. എന്താ പറഞ്ഞത്? ഫോറസ്റ്റ് ലാൻഡ് വാസ് മെയ്ഡ് ഫിറ്റ് ഫോർ അഗ്രികൾച്ചർ. ഫോറസ്റ്റ് ലാൻഡ് എന്താക്കി? അഗ്രികൾച്ചറിന് വേണ്ടി ഫിറ്റ് ആക്കി. സെക്കൻഡ് വൺ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് were extended to new areas. ഇറിഗേഷൻ ഫെസിലിറ്റീസ് എങ്ങോട്ടേക്ക് വ്യാപിപ്പിച്ചു? പുതിയ ഏരിയാസിലേക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസ് വ്യാപിപ്പിച്ചു. ഈ 2 കാര്യങ്ങളായിരുന്നു അവരുടെ ഭരണത്തിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ്സ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്സ്. 2 agricultural developments are there. First one, a lot of dry forest was made fit for agriculture or cultivation. Second one, irrigation facilities extend to new areas. Irrigation facilities new areas like extend ചെയ്തു. ഈ 2 ഡെവലപ്മെന്റ്സ് ആണ് കൾട്ടിവേഷൻ രംഗത്ത് അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ചോളാസിന് ഉണ്ടായത്. ഇനി the temples look the lead in both. Chola temples had obtained a lot of money through donations. ഈ ചോള ടെമ്പിൾസ്, ചോളാസ് ടെമ്പിൾ ബിൽഡേഴ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. We already discussed ചോളാസ് were the temple builders. അപ്പൊ ഈ ടെമ്പിളിലേക്ക് ഒരുപാട് ഡൊണേഷൻസ് വരും. മനസ്സിലായോ? ടെമ്പിളിൽ ഒരുപാട് ഡൊണേഷൻ കിട്ടുന്നുണ്ട്. ആ ഡൊണേഷൻ ഇവർ എന്തിനു യൂസ് ചെയ്തു നോക്ക്? വിച്ച് വാസ് ഇൻവെസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ. അത് അവര് എന്തിനു ചെയ്തു? വിച്ച് വാസ് ഇൻവെസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ. Kings also granted land in dry areas. എന്ത് ചെയ്തു? രാജാക്കന്മാരെ granted land in dry areas so that the grandees made efforts to provide irrigation facilities. എന്താ അതിൽ പറയുന്നത്? അതായത് അമ്പലങ്ങൾക്ക് കിട്ടിയ ഡൊണേഷൻസ് അവർ അഗ്രികൾച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ. പിന്നെ അതുപോലെ ലാൻഡ് ഒക്കെ ഓരോരാൾ കൊടുക്കും. എന്തിനു വേണ്ടിയാ കൊടുക്കുക? ആ സമയത്ത് കൈമാറുന്ന ലാൻഡും അവർ എന്തിനു വേണ്ടി യൂസ് ചെയ്തു? കൾട്ടിവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പൊ ചോള എംപയറിന്റെ കാലത്ത് അല്ലെങ്കിൽ ചോള കിങ്ഡത്തിന്റെ കാലത്ത് 2 അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതാണ് ഒന്ന് ഏതാ? ഫോറസ്റ്റ് മെയ്ഡ് ഫിറ്റ് ഫോർ കൾട്ടിവേഷൻ. സെക്കൻഡ് വൺ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡ് ടു ന്യൂ ഏരിയാസ്. അതായത് ഫോറസ്റ്റ് കൾട്ടിവേഷന് വേണ്ടി ഫിറ്റ് ആക്കുകയും രണ്ടാമത്തത് ഇറിഗേഷൻ ഫെസിലിറ്റി പുതിയ ഏരിയാസിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുള്ള പണം അവർ കണ്ടെത്തിയിരുന്നത് ഡൊണേഷൻസിൽ നിന്നാണ്, അമ്പലങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷൻസിൽ നിന്നാണ്. ഓക്കെ. ഈ അമ്പല നിർമ്മാണത്തിലൂടെ തന്നെ ചോളാസിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് വെൽത്തി ആയിരുന്നു അവര്. ഓക്കെ, മനസ്സിലായോ?
Please read, all of you. Please read silently. Administration മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. Administration മുതൽ agrarian expansion in the Tamil region. Faith, please switch on your camera. Faith KA. മിസ് ഞാൻ വായിക്കുന്നുണ്ട്. ക്യാമറ ഓൺ ചെയ്തിട്ട് വായിക്കേ. Finished. Faith have finished. Sure? മിസ് ഇന്നെന്താ മിസ് ലേറ്റ് ആയത് ക്ലാസ്? അതിവിടെ നെറ്റ് കിട്ടുന്നില്ലായിരുന്നു മോനെ. വായിച്ചു. ഓക്കെ, ഇനി കുറച്ചൊരു ചെറിയൊരു പോർഷൻ നമുക്ക് ബാക്കിയുണ്ട്. അത് വീട്ടിൽ നിന്ന് വായിച്ചു നോക്കുക. അത് നാളെ എടുക്കാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ്. പ്ലീസ് ഡു, ഓൾ ഓഫ് യു ടിക്ക് ദ കറക്റ്റ് ആൻസർ തന്നെ ചെയ്തേ. ആ ഒരു ചെറിയ പോർഷൻ അത് ഇപ്പൊ എടുത്താൽ തീരില്ല, അതുകൊണ്ട് ടിക്ക് ദ കറക്റ്റ് ആൻസർ ഒക്കെ നമ്മൾ പഠിച്ചതിലുള്ളതാ.
നോക്ക്, take the correct answers. First one, the dash ruled the region around Delhi and Ajmer. അജ്മീർ ഡൽഹി ഭരിച്ചിരുന്ന ഏതായിരുന്നു? തോമസ്, ചൗഹാൻസ്, ചണ്ടേലാസ് ആൻഡ് രാഷ്ട്രകൂദാസ്. Which is the correct answer? ആരാ ഡൽഹി ആൻഡ് അജ്മീർ ഭരിച്ചിരുന്നത്? ചൗഹാൻസ്. യെസ്, ചൗഹാൻസ്. Chauhans ruled the region around Delhi and Ajmer. ചെയ്തുവോ? Second one, the dash was the capital of Chandelas. ചണ്ടേലാസിന്റെ ക്യാപിറ്റൽ ഏതാ? മാൽഖഡ് ആണോ? തഞ്ചാവൂർ ആണോ? കാഞ്ചി ആണോ? അത് മൂന്നും അല്ല എന്തായാലും, അല്ലെ? നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ദിവസം, പറഞ്ഞല്ലേ? യെസ്. Next one, Khajuraho, that is the capital of Chandelas. Option D, Khajuraho. Third one, the tripartite struggle to capture dash lasted for over 2 centuries. Tripartite struggle. To capture dash. എന്താ ക്യാപ്ചർ ചെയ്തത്? ദേവഗിരി ആണോ, ദില്ലിക്കയാണോ, കാനൂജ് ആണോ, അജ്മീർ ആണോ? കാനൂജ്. കാനൂജ്. Tripartite struggle to capture Kanuj. Fourth one, the Pala dynasty was succeeded by the Dash dynasty in the 12th century. Pala dynasty was succeeded by Sena dynasty. Sena. First one, Sena dynasty. Okay. Then fifth one, Dash founded the Yadava dynasty in Devagiri. Yadava dynasty കണ്ടുപിടിച്ചത് ആരാ? ഭോജ, ദണ്ഡി ദുർഗ, ബില്ലാമ ആൻഡ് ഭീം. Billama founded the Yadava dynasty. Billama. Option C. Option C, Billama. Okay. Yes. Makale, sixth one. This traveler visited India. Sorry. Sean Boy. Okay. This traveler visited the kingdoms of Kakatiyas and Pandavas. Kakatiyas and Pandavas kingdom visit ചെയ്ത ആളായിരുന്നു? അബ്ദുർ റസാഖ്, അൽ ബറൂനി, നിക്കോളോ കോണ്ടി, മാർക്കോ പോളോ. Marco Polo. Marco Polo is the correct answer. Marco Polo visited the kingdoms of Kakatiyas and Pandyas. Then seventh one, the Chola kingdom was divided into provinces called dash. ചോള കിങ്ഡത്തെ പ്രോവിൻസുകളായി തിരിച്ചു. ആ പ്രോവിൻസുകൾ എന്താ പറയാ? മണ്ഡലംസ് അല്ലേ? കറക്റ്റ് ആൻസർ മണ്ഡലംസ്. മണ്ഡലംസ് again divided into വളനാട്, വളനാട് divided into നാട്. Yes. The Chola kingdom was divided into provinces called mandalams. Mandalams. Next one, ബിയും കൂടെ ചെയ്തൂടെ? ബിയും പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ബി ചെയ്യാ. റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. ഫസ്റ്റ് വൺ, ധാർ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഗഹദവളാസ്. ട്രൂ ആണോ ഫാൾസ് ആണോ? ഗഹദവളാസ്. യെസ്, ഫാൾസ്. ധാർ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഗഹദവളാസ്. ധാർ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഗഹദവളാസ്. ദാറ്റ് ഈസ് ഫാൾസ്. Second one, Muhammad Ghori invaded India 17 times. അതായത് 17 പ്രാവശ്യം മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? യെസ്, മുഹമ്മദ് ഗോറി
invaded India 17 times. That is false. Then next one. മൂന്നാമത്തെ, Vikramanga was the greatest ruler of the Rashtrakuta dynasty. Vikramanga was the greatest ruler of Rashtrakuta dynasty. That is false. False അല്ലേ? വിക്രമാങ്ക ആരായിരുന്നു എന്നൊക്കെ ഞാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ തന്നതിലുണ്ട് ഇല്ലേ? കുറെ വൺ വേർഡ്സ് ഓരോ ദിവസവും 10ഉം 5ഉം വൺ വേർഡ് വെച്ച് തന്നിട്ടുണ്ട്. എല്ലാം പഠിക്കുക. ഫോർത്ത് വൺ, both Rajaraja Chola and Rajendra Chola had a strong navy. രാജരാജ ചോളയ്ക്കും രാജേന്ദ്ര ചോളയ്ക്കും ഒരു സ്ട്രോങ് നേവി ഉണ്ടായിരുന്നു ഇല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. കപ്പൽ ഷിപ്പ് പോകാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇല്ലേ? അത് അവർക്ക് ട്രേഡുമായി സൗത്ത് ഏഷ്യയുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു, ട്രേഡ് റിലേഷൻ. അപ്പൊ അതിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഒക്കെ മറന്നു എന്ന് എനിക്കറിയാം. എല്ലാം പഠിപ്പിച്ച് അന്നേരം തന്നെ വിടുകയെന്ന് തോന്നുന്നു അല്ലേ? Then fifth one, all adults males of a Chola village were members of the Sabha. അത് നമ്മള് all adults males, എല്ലാ അഡൽട്ട് മെയിലും ചോള വില്ലേജിൽ എല്ലാ അഡൽട്ട് മെയിലും സഭയിലെ മെമ്പർമാരായിരുന്നു. ട്രൂ ട്രൂ. മക്കളെ ഫോർത്ത് വൺ എന്താ? True or false? Fourth one, both Rajaraja Chola and Rajendra Chola had a strong army. True. True. Okay, മക്കളെ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങാൻ. 8:30ക്ക് ബാക്കിയുള്ള നിങ്ങളുടെ സിസ്റ്ററിനോ ബ്രദറിനോ ഒക്കെ ക്ലാസ് ഉണ്ടാവും. സോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് 3 പ്രാവശ്യം കുറഞ്ഞത് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് അറ്റ്ലീസ്റ്റ് 3 ടൈംസ്. പിന്നെ വേറെന്താ ചെയ്യണ്ടേ? ഈ 2 കാര്യങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ട്രൂ ഓർ ഫാൾസും നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.